അമ്മ ഞാൻ കഴിച്ചോട്ടെ. അംഗവാടി ടീച്ചർ പഠിപ്പിച്ചതാ A4 ആപ്പിൾ. അശ്വിനെ നമുക്ക് പാവലോവ ഉണ്ടാക്കാം. അമ്മ എന്താ ഇത് പാവലോവ? എനിക്കും അറിയത്തില്ല മോനെ, നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. എന്താണ് ഈ പാവലോവ എന്നൊന്നും എനിക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ റീൽസിലും മറ്റും കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മോൻ പറയാറുണ്ട് അമ്മ ഇതൊന്ന് ചെയ്ത് തരാമോന്ന്. എങ്കിൽ പിന്നെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട, അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ 4 മുട്ട എടുക്കുന്നത് കൊണ്ട് തന്നെ 1 കപ്പ് ഷുഗറും കൂടി എടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടാട്ടോ 1 കപ്പ് എടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നത് എങ്കിൽ 1/2 കപ്പ് ടു 3/4 കപ്പ് മതിയാവും കേട്ടോ. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. എഗ്ഗ് വൈറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം എഗ്ഗ് വൈറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് വരുന്ന രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസിൻ്റെയും റെഫറൻസ് നോക്കിയിട്ടാട്ടോ ഞാൻ ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. എന്താവുന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ടങ്ങ് ചെയ്തതാട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിഫാവുന്ന ടൈമിൽ ഒരു 1.5 ടീസ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പാത്രം കമത്തിയാൽ ആ സംഭവം താഴെ വീഴും. ആ ഒരു രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, കാര്യം അത് താന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഞാൻ ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സംഭവം അതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പം എയർ ബബിൾസ് ഒന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതൊന്ന് പരത്തി കൊടുത്തിട്ട് വേണം ഓരോ തവണയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാത്തിനും ഒരു റൗണ്ട് ഷേപ്പിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡിസൈൻ ആട്ടോ മിക്ക പാവലോയിലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ബാറ്റർ അധികം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചെങ്കിൽ മിനി പാവലോവ പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം പൈപ്പിംഗ് ബാഗിലേക്ക് ബാക്കിയൊന്ന് ബാറ്ററും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിത് ഓവനിലാട്ടോ ബേക്ക് ചെയ്തെടുത്തത്. ഒരു 120 ഡിഗ്രിയിൽ 40-45 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേന് ഇത് സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പം സ്ക്യൂറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട് എന്നാട്ടോ. അപ്പം എന്നിട്ടിത് നന്നായി തണുക്കാൻ വെയിറ്റ് ചെയ്യുക. നന്നായി തണുത്തതിന് ശേഷമാണ് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആപ്പിളും കുറച്ച് സ്ട്രോബെറിയും കുറച്ച് ഗ്രേപ്സും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം ആട്ടോ. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യാതെ കുറച്ച് മാത്രം ബീറ്റ് ചെയ്തെടുത്തൊരു വിപ്പിംഗ് ക്രീം ആട്ടോ. അത് ഞാൻ നമ്മുടെ പാവലോയുടെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ആട്ടോ ഇത് ചെയ്ത് കൊടുക്കാവൂ. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാം. അമ്മ ഞാൻ കഴിച്ചോട്ടെ. സംഭവം കൊള്ളാം കേട്ടോ. അടിപൊളി സാധനമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. നല്ല പഞ്ഞി പോലത്തുള്ളൊരു സംഭവമാണ്. അപ്പം എഗ്ഗ് വൈറ്റ് മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞ് താഴെ പോകും. അതുപോലുള്ളൊരു സംഭവം. പിന്നെ ഈ സാധനത്തിന് നല്ല മധുരമാണ്. നമ്മൾ മധുരം ഇട്ടിട്ടാണല്ലോ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ആ പുളിയുള്ളൊരു ഫ്രൂട്ട്സാണ് എങ്കിൽ നല്ല രീതിയിൽ അത് മാച്ച് ചെയ്ത് പോകും. കാര്യം ആ ഒരു പുളി ടേസ്റ്റും പിന്നെ ഇതിൻ്റെ പാവലോവയുടെ മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ അത് ബാലൻസ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ജസ്റ്റ് പുളിയൊക്കെ ഉള്ളൊരു ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വല്ലപ്പോഴൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം കൂടെ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കാര്യം ഓരോ സ്കൂപ്പ് എടുക്കുമ്പോഴും നല്ല എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ടേസ്റ്റ് കഴിക്കുന്നത്. നമ്മുടെ പഞ്ഞിമുട്ടായൊക്കെ ഇല്ലേ, ബോംബെപ്പൂടയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ അതേപോലെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ അതേപോലെയൊക്കെ തോന്നും. അപ്പം ബാക്കി ആർക്കും കൊടുത്തില്ല, മോൻ തന്നെ എടുത്തുകൊണ്ട് പോയി സംഭവം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.